രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളം ഉൾപ്പെടെ പലതരത്തിലുള്ള സർവേകളും പുറത്തു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന റിപ്പബ്ലിക് ടിവിയിൽ വന്ന ഒരു സർവേയിൽ കേരളത്തെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. പ്രവചനാതീതമാണ് കേരളത്തിലെ ഫലമെന്നുള്ളതുകൊണ്ട്. കാരണം ഇവിടുത്തെ മത്സരം വിചാരിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിലാണെങ്കിൽ LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF പോകുന്നു, UDF ആണെങ്കിൽ LDF പോകുന്നു. ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു മുന്നണിക്ക് കിട്ടുമോ അതോ തൂക്കസഭയിലേക്ക് പോകുമോ എന്ന് പോലുമാണ്. കാരണം BJPയുടെ ഒരു വലിയ മുന്നേറ്റമാണ് അത്തരത്തിലുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ അദ്ദേഹം ധൈര്യപ്പെട്ടില്ല കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റിപ്പോയ കുറച്ചൊരു ക്രെഡിബിലിറ്റിയുള്ള മനോജ് കുമാർ എന്ന് പറയുന്ന മാട്രിക്സ് പ്രഡിക്ഷനാണ് നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് എക്സിറ്റ് പോളുകളോ അത്തരത്തിലുള്ള സർവേകളുടെയോ ഫലമൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന്. കാരണം അത് ജനങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇത് നമ്മൾ നടത്തിയ സർവേയുമല്ല. നമ്മളിത് റിപ്പബ്ലിക് ടിവിയിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ഈ ഇനോക്കുലേറ്റഡ് ആണ്, ഇമ്മ്യൂണാണ്. അപ്പോൾ അതിൻ്റെ പ്രവചനപ്രകാരം എല്ലായിടത്തും പോയിട്ടില്ല പുള്ളി. ഏറ്റവും വലിയ ഞെട്ടിക്കുന്നത് തന്നെ ആദ്യം പറയും. ഞെട്ടിക്കുന്ന ഒരു ഫലമെന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ DMKയിൽ നിന്ന് AIADMK BJP PMK സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. കാരണം DMK കരുണാനിധി കുടുംബത്തിൽ നിന്ന്, ഇപ്പോൾ സ്റ്റാലിനാണെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് തമിഴ്നാട് മോചിതമാകുമെന്ന് നമ്മൾ അടുത്തൊന്നും വിചാരിക്കാത്ത ഒരു ഫലമാണ്, ഒരു റിസൾട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം AIADMK അല്പം ഒന്ന് ശുഷ്കമായി പോയിരുന്നു. പക്ഷേ ഈ പളനിസ്വാമി AIADMK ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ജയലളിത ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ഈ പളനിസ്വാമി എന്ന് പറയുന്ന ആൾ വളരെ ഒരു സത്യം പറഞ്ഞ തന്ത്രശാലിയായ ഒരു ഗുസ്തിക്കാരനാണ്. ജയലളിത ഉള്ള സമയത്ത് പോലും ഇതിൻ്റെ വിജയശില്പിയായിട്ടിരുന്ന ഒരാളാണ് ഈ പളനിസ്വാമി എന്ന് പറയുന്നത്. ഈ ഫ്രീബീസ് എന്നൊക്കെ സൗജന്യമായിട്ടൊക്കെ സാധനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഫണ്ട് റേസർ കൂടാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു ഫ്രീബീസ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. പക്ഷേ ഒരു യുദ്ധം ജയിക്കാൻ വേണ്ട തന്ത്രങ്ങൾ ഒരുക്കുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ട തന്ത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളിനോട് നമ്മൾ ഒക്കെ അറിയുന്ന കാർഷിക പത്രപ്രവർത്തകനായ അയ്യപ്പദാസ് തന്നെ പറഞ്ഞതാണ്. ഈ പളനിസ്വാമി ഉള്ളിടത്തോളം കാലം അമ്മയുടെ സ്ഥിതി ഭദ്രമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മയല്ല ശക്തി, അതിനേക്കാൾ ശക്തിയാണ് ഈ പളനിസ്വാമി എന്ന് പറയുന്നത്. ഇടപ്പാടി പളനിസ്വാമി എന്ന് പറയുന്നത്. നമ്മളൊക്കെ പളനിസ്വാമി എന്ന് പറയും തമിഴ്നാട്ടുകാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇതിൻ്റെ ഒരു വിജയശില്പിയായിട്ട് വരികയാണ്. ഇപ്പോൾ BJPയുമായിട്ട് അവരുടെ സഖ്യം നേരത്തെ തന്നെ ജയിക്കുമായിരുന്നു. അതിലെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അണ്ണാമലൈ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ അഴിമതി ഒരു ഘടകമായിട്ടുണ്ടതിൽ, അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ടുള്ള സഖ്യം വേണ്ടെന്ന് ആദർശപരമായിട്ടൊരു തീരുമാനം. തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നമ്മൾ ആദർശം പിടിക്കുമ്പോൾ നമുക്ക് വിജയം സുനിശ്ചിതമാവണമെന്നില്ല. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് ഈ സഖ്യം BJPയുടെ ആരും അഴിമതി ചെയ്തിട്ടില്ല. കരുണാനിധി കുടുംബത്തിൻ്റെ അഴിമതി തന്നെ പുറത്തു കൊണ്ടുവന്നത് ഈ അണ്ണാമലൈയാണ്. അതിപ്പം TVക്ക് ഏറ്റുപിടിച്ചെന്നേ ഉള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. അതായത് വലിയ വ്യത്യാസമല്ല കേട്ടോ, എങ്കിലും ഹെവി ഫൈറ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഈ നടക്കാൻ പോകുന്നത് 114 സീറ്റും, അതായത് 39 തൊട്ട് 40% വരെ വോട്ടും നമ്മളീ പറഞ്ഞ BJP ഉൾക്കൊള്ളുന്ന സഖ്യത്തിൻ്റെ BJP അതിലൊരു സെക്കൻഡ് പാർട്ണർ, ജൂനിയർ പാർട്ണർ മാത്രമാണ്. അതേസമയം അവിടെ DMKയ്ക്ക് കിട്ടാവുന്നത് സീറ്റുകളുടെ എണ്ണം, വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 37 മുതൽ 38% വരെയാണ്. ആ വ്യത്യാസം മതി ജയിക്കാൻ വേണ്ടി എന്ന് മാത്രമാണ് അതിൽ പറയുന്നത്. അതൊരു മാട്രിക്സ് പ്രഡിക്ഷനാണ്. സാധാരണഗതിയിലുള്ള സർവേ പോലുള്ള ഒന്നുമല്ല. മാട്രിക്സ് വെച്ചിട്ട് ഓരോ ഗ്രൂപ്പുകളായിട്ട് വെച്ചിട്ട് നടത്തുന്ന പ്രത്യേക ശാസ്ത്രീയമായിട്ടുള്ള ഒരു സർവേയാണ്. ആ സർവേയുടെ ഫലമാണിത്. മനോജ് കുമാർ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആൾ. ഇനി വേറൊരു അത്ഭുതം, അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. TVK എന്ന് പറഞ്ഞ ആൾക്കൂട്ടമൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാണെന്ന് വരെ പലരും പ്രവചിച്ചു. അതെല്ലാം പാഴാക്കിക്കൊണ്ട് TVKയുടെ ഇപ്പോഴത്തെ കിട്ടാവുന്ന പരമാവധി സീറ്റ് എന്ന് പറയുന്നത് 6 മുതൽ 12, അതായത് ഡബിൾ ഡിജിറ്റിലേക്ക് കടക്കുമെന്ന കാര്യം സംശയമാണ്. കമലഹാസന് പറ്റിയതുപോലെ
മക്കൾ മെയ്യം പാർട്ടിയിൽ ഉപയോഗിച്ച്. അതും ഇത് തന്നെയാണ് അനുഭവം ഉണ്ടായത്. അതേ അനുഭവം തന്നെയാണ് ഈ TVK പാർട്ടിയെയും കാത്തിരിക്കുന്നത്, നടൻ വിജയൻ്റെ പാർട്ടിയെയും, സൂപ്പർ സ്റ്റാർ നടൻ വിജയൻ്റെ. ഇതിൻ്റെ ഫലം വന്നപ്പോൾ ഒരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫലം വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ CBI ചോദ്യം ചെയ്യുകയായിരുന്നു, ഗ്രിൽ ചെയ്യുകയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിനെ കഠിനമായി തിരുച്ചിറപ്പള്ളിയിലെ ആൾക്കൂട്ട മരണത്തിന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലീഡറാണെങ്കിൽ അവിടെ നിന്ന് അവരെല്ലാം ആശുപത്രിയിലാക്കി അവിടെ നിന്ന് ലീഡർഷിപ്പ് കൊടുക്കേണ്ടതാണ്. ഒരു ക്യാപ്റ്റനെ പോലെ നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. അദ്ദേഹം ഒരു പൈലറ്റിനെ പോലെ കിട്ടിയ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. നേരെ ചെന്നൈയിലേക്കാണ് പോയത്. മുമ്പിൽ നിന്ന് അവിടെ നേതൃത്വം കൊടുത്തില്ല. അങ്ങനെ ഒരാൾ എങ്ങനെ ഒരു സംസ്ഥാനത്തെ ആൾക്കൂട്ടത്തെ, സംസ്ഥാനത്തിൻ്റെ മക്കളെ എങ്ങനെ പരിപാലിക്കുമെന്നുള്ള വലിയ പ്രശ്നമുണ്ട് അവിടെ. ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒളിച്ചോടി പോവുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ ആവിർഭവിച്ചിരിക്കും. അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു ഇടിച്ച ആ സംഭവം തന്നെയായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിവെച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. 12 സീറ്റുകളാണ് പരമാവധി കിട്ടാവുന്നത്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 14 മുതൽ 15% വരെ കിട്ടാം. പുതിയ പാർട്ടിയാണല്ലോ, ഒരു പുതിയ പാർട്ടിക്ക് കിട്ടാവുന്ന പരമാവധി സീറ്റാണ്. അപ്പം നേരത്തെ തന്നെ ഈ വിജയ് ഒരു കാര്യം ഓപ്ഷൻ ഉണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ. ഏതെങ്കിലും ഒരു മുന്നണി, അപ്പോൾ ആരോട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സർവേ നടത്തിയിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ആളില്ല. പറഞ്ഞത് പ്രകാരം ഏതെങ്കിലും ഈ 2 മുന്നണികളാണല്ലോ അവിടെ പ്രബലമായിട്ടുള്ള, ആ മുന്നണികളിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് സഖ്യം ഉണ്ടാക്കണം എന്നൊരു ആലോചനയുണ്ട്. അതിപ്പോൾ ആരുമായിട്ടായിരിക്കും? അവിടെയാണ് അദ്ദേഹത്തിനൊരു വലിയ ആശയക്കുഴപ്പവും ഉണ്ടാവാൻ സാധ്യത. കരുണാനിധിയുടെ അഴിമതികളെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതേസമയം തന്നെ ആദർശപരമായിട്ട് AIADMKയെ BJPയെയും അദ്ദേഹം എതിർക്കുന്നുമുണ്ട്. അപ്പോൾ രണ്ടായാലും കുഴപ്പമാണ്. അപ്പോൾ ചെകുത്താനും കടലിനും ഇടയിലാണ് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ. അങ്ങോട്ടും പോകാമേ ഇങ്ങോട്ടും പോകാമേ. അപ്പോൾ അങ്ങനെ ഒരു ദുർഘട വർക്ക് വന്നിട്ടുണ്ട്. ഈ സഖ്യമില്ലാതെ ഇയാളുടെ മുഖം രക്ഷിക്കാൻ പോലും പറ്റില്ല. സൂപ്പർ സ്റ്റാർ ഇമേജ് പോലും രക്ഷിക്കാൻ പറ്റത്തില്ല. അത്ര വലിയൊരു അടിയാണ് അദ്ദേഹത്തെ കന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ മക്കൾ മെയ്യത്തിൻ്റെ നേതാവായിട്ടുള്ള കമൽഹാസൻ, അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ DMKയോട് ഗഞ്ചി രാജ്യസഭാ സീറ്റ് വാങ്ങിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ വനവാസമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെയുണ്ട്. ഈ ബംഗാളിലെ കാര്യങ്ങളും ഈ സഭയിൽ പറയുന്നുണ്ടല്ലേ? ബംഗാളിലെ കാര്യം അവിടെ തൃണമൂൽ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതിന് സാധ്യതയുള്ളൂ. കാരണം അവരൊരു നല്ല ഫൈറ്ററാണ്. ബംഗാളികൾക്ക് ഇഷ്ടം ഈ ഫൈറ്റർമാർ. പക്ഷേ BJP കേരളവും തമിഴ്നാടിനേക്കാൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ബംഗാളിലാണ്. കാരണം മമതയെ തീർക്കുക എന്നാണ്. തീർച്ചയായിട്ടും അതെ. അവർ മമതയെ അവിടുന്ന് അൺസീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഇനി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അവിടുത്തെ എന്തായാലും മമതയും BJPയും തമ്മിലുള്ള മത്സരമാണ്. മമതയുടെ തന്ത്രങ്ങളാണെന്നേ. അല്ല, അവിടെ CPMഉം കോൺഗ്രസും അപ്രസക്തമായി കഴിഞ്ഞു. അതിപ്പോൾ തമിഴ്നാട്ടിലുമായി കഴിഞ്ഞല്ലോ. തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു മുന്നണി ചേരാൻ കോൺഗ്രസും അപ്രസക്തമായി. അവിടെ കോൺഗ്രസ് ഇത്രയും സീറ്റ് 6 സീറ്റ് വേണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് കത്ത് കൊടുത്തു വിട്ടു. കോൺഗ്രസ് കത്ത് കൊടുത്തു വിട്ട് രാഹുൽ ഗാന്ധി കത്ത് കൊടുത്തു വിട്ടതാരുടെ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ KC വേണുഗോപാലിൻ്റെ കത്ത് കൊണ്ടു കൊടുത്തപ്പോൾ വേണുഗോപാലിനെ ഒന്ന് കാണാനോ ആ കത്തൊന്ന് വായിക്കാനോ പോലും സ്റ്റാലിൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കനിമൊഴിയെ കൊണ്ട് ആ കത്ത് വായിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടു, എടുത്ത് വേസ്റ്റ് ബോക്സിലേക്ക് ഇടുക. ഇതാ പറഞ്ഞത്. കാരണം 6 സീറ്റ് നിങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾ തരില്ല. രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചിട്ട് എടുത്തില്ല. MK സ്റ്റാലിൻ എടുത്തില്ല. അപ്പം അത് അപ്രസക്തമായ ഇവിടെ ബംഗാളിലെ BJP മുന്നണിയാണ് അവർ സീറ്റ് വളരെ കൂട്ടുന്നുണ്ട്. 15 സീറ്റുകൾ കൂടുതലായിട്ട് BJPക്ക് ലഭിക്കും. അത്രേ പറ്റൂ. കാരണം ഇവരുടെ ഒരു തന്ത്രം കണ്ടില്ലേ? തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിൻ്റെ തൊട്ടു തലേന്ന് അവർ എല്ലാ മതങ്ങളിലുമുള്ള പുരോഹിതന്മാരുടെ അലവൻസം കൂട്ടി 500 രൂപ വെച്ച് കൂട്ടി. എല്ലാ മതങ്ങളെയും പ്രീണിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം വൈകിപ്പോയിരുന്നെങ്കിൽ ഇത് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊരു ഭയാശങ്ക ഉണ്ടായിട്ടുണ്ട് സീറ്റ് കുറയുമെന്നുള്ളത്. അത് നിവർത്താൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ചെയ്തു. വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഒരു സിംഗിൾ ഡിജിറ്റിൽ നിന്നാണ് BJP തുടങ്ങിയത് അവിടെ അക്കൗണ്ട്. പിന്നാണ് അത് 75 പോകുന്നത്. അതാണിപ്പോൾ വീണ്ടും 100 അടുത്തെത്തുന്ന ഒരു സംഖ്യയിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിലും അപ്പുറത്തേക്ക് എത്താനുള്ള ഒരു സജീവമായിട്ടുള്ള ഇടപെടലാണ് പ്രധാനമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രി മുതൽ അവിടുത്തെ സുവേന്ദു അധികാരി മുതലായ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തൽക്കാലം മമത എന്ന് പറയുന്ന ആളിനെ പ്രത്യേകിച്ചും ഇപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്.
ഇപ്പോൾ ആ സർവേ നടത്തിയത് പൂർണ്ണമല്ല. എന്തെന്ന് പറഞ്ഞാൽ SIR കേരളത്തിൽ കംപ്ലീറ്റ് ആയെങ്കിലും ബംഗാളിൽ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ SIR ലിസ്റ്റ് വന്നെങ്കിലേ കറക്റ്റായിട്ടുള്ള ഒരു സർവേ പോലും പ്രസക്തമാവുള്ളൂ. അത്തരം ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിന് വലിയ പ്രസക്തിയില്ല. പിന്നെ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന അസമിൽ അവിടുത്തെ ആ സ്റ്റാറ്റസ് കോ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അവിടെ കോൺഗ്രസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഹെമന്തോ ബിശ്വ ശർമ്മ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെ ഒരു കൺഫ്യൂഷനുമില്ല. അദ്ദേഹം തന്നെ അധികാരത്തിൽ വരുമെന്ന് മാട്രിക്സ് അതെല്ലാവരും തീർച്ചപ്പെടുത്തിയിരുന്നതന്നെ. പക്ഷേ കേരളത്തിലെ ഒരു കാര്യം, ഇവരുടെ ഈ പ്രത്യേക രീതിയിലുള്ള സർവേ കാരണമായിരിക്കണം, അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതുമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ആസം ഏത് തരത്തിൽ വരുമെന്നുള്ളതും അസമാണ് ഞാൻ പറഞ്ഞത്. ഹെമന്തോ ബിശ്വ ശർമ്മ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ്. നല്ല പങ്ക് ഇപ്പോഴത്തെ നിലവിലുള്ള അത്രയും സീറ്റ് തുടരും അദ്ദേഹം. അസമല്ല ചോദിച്ചാൽ പുതുച്ചേരിയിലേക്ക് വന്നു. പുതുച്ചേരിയിലേത് പിന്നെ BJP മുന്നണി തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. NDA അവിടെ പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. 33 സീറ്റ് അത് തന്നെ ഏറെക്കുറെ നിലനിർത്തും. വലിയ വ്യത്യാസമൊന്നും വരില്ല എന്നാണ് ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരളത്തിലോട്ട് വരാൻ ധൈര്യപ്പെട്ട ഒരു പക്ഷേ ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ വേറെ കേരളത്തിൻ്റെ മാത്രമായിട്ട് കൊടുക്കുമെന്ന് അറിയില്ല. കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ BJP അതിനകത്ത് ശരിക്കും ഒരു കിങ് മേക്കറായിട്ട് മാറുമെന്നുള്ളതാണ് അതിനകത്ത് വാക്കാൽ പരാമർശിച്ചത്. അല്ലാതെ സർവേയുടെ അടിസ്ഥാനത്തിലല്ല, ഒരു കിങ് മേക്കറായിട്ട് മാറും, ഒരു അട്ടിമറി ഉണ്ടാവും, BJP അവിടെ കിങ് മേക്കറായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹങ് അസംബ്ലി എന്നുള്ളതാണ് അവിടെ ഉള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അവിടെ പ്രവചനം. അത് വലിയ കാര്യമൊന്നുമില്ല, സർവേയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. അപ്പോൾ അത് ഈ അട്ടിമറികളാണല്ലോ എപ്പോഴും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുള്ളത്. ഈ പ്രവചനങ്ങളെയൊക്കെ അട്ടിമറിച്ചായിരിക്കും ഈ റിസൾട്ടുകൾ വരും. സർവേയും അട്ടിമറിക്കാറുണ്ട് റിസൾട്ടുകൾ. ജനമനസ്സിൽ എന്തെന്ന് ആർക്കും ശരിയായിട്ട് വായിച്ചെടുക്കാൻ കഴിയുകയില്ല. പിന്നെ തന്നെയല്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറേയേറെ സമയമുണ്ട് ഇൻ ബിറ്റ്വീൻ. അതിനിടയ്ക്ക് ഉരുത്തിരിയുന്ന സാഹചര്യങ്ങളനുസരിച്ച് അത് മാറാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു നല്ല ഹീറോയിസ് ഇപ്പോൾ നരേന്ദ്രമോദി കാണിക്കുകയാണെന്ന് വിചാരിക്കുക, നല്ലൊരു ഹീറോയിസ്, ഈ യുദ്ധം നടക്കുകയാണ്, ഇപ്പം തന്നെ ഹീറോയിസം കാണിച്ചു, ഇന്ത്യയുടെ ശക്തി കാണിച്ചു. ഒരു പരിക്കും പറ്റാതെ 4 കപ്പലുകൾ ഒരു രാജ്യത്തിന് ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ബാക്കി 24 കപ്പലുകൾ അവിടെ കെട്ടിക്കിടക്കുക. ആ കപ്പലുകളും ധീരോദാത്തമായി നേവിയുടെ സഹായത്തോടു കൂടി ഇന്ത്യയിലേക്ക് ഒരു ജാഥ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹീറോ ഓഫ് ദ വേൾഡായിട്ട് അദ്ദേഹം മാറും. ആ മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബംഗാളിലെ ഫലവും മാറും, എല്ലായിടത്തും ഫലവും മാറും. അങ്ങനൊരു ചിലപ്പോൾ മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജയശങ്കർ വൻ തോതിൽ ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ബ്രിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിക്സിൽ ഇറാനും ഉണ്ട്, UAEയും ഉണ്ട്. ഇപ്പോൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അവിടെ മിസൈൽ അയച്ചു. റിഫൈനറികളിലാണ്, ഓയിൽ ടാങ്കുകളിലാണ്, എണ്ണപ്പാടങ്ങളിലാണ് ഇതെല്ലാം പോകുന്നതെങ്കിലും ആളുകൾക്കും പരിക്ക് പറ്റുന്നുണ്ട്. 5 ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ളത് മോഡിയുടെ ഒരു വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന ഇന്നത്തെ ഈ ലോകത്തിലെ ഏക നേതാവെന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ഇറാനും UAEയും ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു നേതാവ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ നടക്കും. അപ്പോൾ കണ്ടില്ലേ, UAEയിലെ അംബാസഡർ തന്നെ പറഞ്ഞത്, മോദി ഒന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ യുദ്ധം ഇപ്പോൾ തീരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര അംഗീകാരമുള്ള ആ നേതാവിന് ഇത്രയും അധികം ലോക അംഗീകാരം, ഇത്രയധികം മെഡലുകൾ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയധികം ലൈക്കുള്ള ആളില്ല. അദ്ദേഹത്തിൻ്റേത് 100 മില്യൺ ആണെങ്കിൽ ട്രംപിനുള്ളത് 50-ലും താഴെയാണ് ഇത് വരുന്നത്. അതിനോട് അടുത്തുപോലും നിൽക്കാൻ സമശീർഷരായിട്ട് ഒറ്റയാളുമില്ലാത്ത സ്ഥിതിക്ക് മോദി തന്നെ മുൻകൈ എടുത്താൽ അദ്ദേഹത്തിനും കൊള്ളാം, ലോകത്തിനും കൊള്ളാം, ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിക്കും കൊള്ളാം എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.